ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. ആരാണ് ഈ വാലന്റൈൻ? സ്നേഹിക്കുന്നവരെയൊക്കെ ഒന്നിപ്പിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി, ഒരു കത്തോലിക്ക പുരോഹിതൻ, ഒരു മെത്രാൻ, ഒരു വിശുദ്ധൻ, ഒരു രക്തസാക്ഷി. 3-ാം നൂറ്റാണ്ടിലെ ക്ലോഡിയസ് രാജാവിന്റെ മതപീഡന കാലത്ത് പട്ടാളക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡകളിൽ ആശ്വാസം പകർന്നവൻ. പട്ടാളക്കാർക്ക് അവധി അനുവദിക്കുമായിരുന്നില്ല. പട്ടാളക്കാർ വീടുകളിലേക്ക് പോകുന്നത് ഭാര്യയും മക്കളെയും കാണാനാണ്. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, പട്ടാളക്കാർ ഇനിമേൽ വിവാഹം കഴിക്കാൻ പാടില്ല. പട്ടാളക്കാർക്ക് വിവാഹം നിരോധിച്ചു. ഈ സമയത്താണ് വാലന്റൈൻ ശക്തമായ നിലപാടെടുക്കുന്നത്. വിവാഹം വേണം, കുടുംബം വേണം, തലമുറകൾ നിലനിൽക്കണം. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം രഹസ്യമായി വിളിച്ച് വിവാഹം ആശീർവദിച്ചു കൊടുത്തു. നന്മ ചെയ്യുന്നത് ഒത്തിരി രഹസ്യമായി വെക്കാൻ പറ്റില്ല, പരസ്യമായി. ശിക്ഷ കടുത്തതായിരുന്നു. ചാട്ടവാറടി, കല്ലേറ്, വധശിക്ഷ. ജയിലധികാരിയുടെ മകൾ ജൂലിയ ജന്മനാ അന്ധയായിരുന്നു. ജയിലധികാരി വാലന്റൈനെ മകളെ ഏൽപ്പിച്ചു വിടുമായിരുന്നു. ലോകമൊക്കെ ഒന്ന് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. ഫലത്തിൽ വാലന്റൈന്റെ കണ്ണുകൾ ജൂലിയയുടെയും കണ്ണുകളായി മാറി. വധശിക്ഷ നടപ്പിലാക്കുന്നത് AD 270 ഫെബ്രുവരി 14 13 വൈകിട്ട് വാലന്റൈൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ജൂലിയയ്ക്ക് ഒരു കത്തെഴുതി. ജയിലധികാരി ഏൽപ്പിച്ചു, മകൾക്ക് കൊടുക്കണം. വിരോധാഭാസം അതല്ല, അന്ധയ്ക്കെന്തിനാ കത്ത്? പക്ഷെ വധശിക്ഷ നടപ്പാക്കുന്ന അന്ന് അവൾ ആ കത്ത് തുറന്നു. കത്ത് തുറന്നപ്പോൾ അവൾക്ക് കാഴ്ചശക്തി കിട്ടി. അവളുടെ കണ്ണ് ആദ്യം ചെന്ന് പതിഞ്ഞത്, അവൾ ആദ്യമായി വായിക്കുന്ന വാക്കുകൾ ഫ്രം യുവർ വാലന്റൈൻ എന്നതായിരുന്നു. വാലന്റൈൻസ് ഡേയിലെ കത്തുകളൊക്കെ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ, ഫ്രം യുവർ വാലന്റൈൻ. ഈ കത്തെഴുതിയത് ബദാമരത്തിന്റെ വയലറ്റ് വർണ്ണത്തിലുള്ള പൂക്കളുടെ ചാറുകൊണ്ടായിരുന്നു. വാലന്റൈന്റെ ശവകുടീരത്തിനരികിൽ അവളൊരു ബദാമരം നട്ടു വളർത്തി. അതിൽ ധാരാളം വയലറ്റ് പൂക്കളുണ്ടായി. വാലന്റൈൻസ് ഡേയുടെ സിംബലും അതാണല്ലോ, വയലറ്റ് പൂക്കളുള്ള ബദാമരം. ആമേൻ.